ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. ഇന്നിപ്പോൾ ഞാൻ 2 ദിവസത്തെ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോലും, അതുപോലെ മോൻ്റെ സ്കൂളിൽ ഗ്രാജുവേഷൻ സെറമണി ഉണ്ടായിരുന്നു, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഒറ്റൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമൊക്കെ ആവാറായി. ചാനൽ തുടങ്ങിയ ടൈമിൽ നമുക്ക് തുടക്കക്കാർക്ക് കുറച്ച് വ്യൂവേഴ്സൊക്കെ കിട്ടുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. അതുപോലെ കുറച്ച് വ്യൂവേഴ്സൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഇടക്കും തലക്കൊക്കെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഒരാഴ്ച നടക്കുക, അത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ മുൻപിട്ട വീഡിയോസിൽ ചില വീഡിയോസൊക്കെ റീച്ച് കിട്ടിയതുകൊണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏർണിങ്സും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ ഏർണിങ്സ് കിട്ടലൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എന്തൊക്കെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാനത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനും മോനും പാടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകും കേട്ടോ. പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ മോനും ഞാനൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് പോകും കേട്ടോ. ബസ് കയറാൻ വേണ്ടി പോകുകയാണ്. ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാനും കുട്ടികളും മാത്രമാണ് പോണത്. ഉമ്മ അവിടെ ഒറ്റപ്പാലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാനും ഉമ്മാനെ കൂട്ടി പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ എപ്പോഴും ഞാനും ഉമ്മയും കുട്ടികളും കൂടെയാണ് പോവാറ്. ഇപ്രാവശ്യം ഞാനും മക്കളും മാത്രമേ പോകണുള്ളൂ. ഇപ്പോൾ ഒറ്റപ്പാലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നടക്കാണ് റോട്ടിലോട്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ മക്കൾ രണ്ടാളും കൈ പിടിച്ചിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും ബസ്സൊന്നുമില്ല കേട്ടോ. അരമണിക്കൂർ അങ്ങനെ 3/4 മണിക്കൂറൊക്കെ കൂടുമ്പോൾ ബസ്സുള്ളൂ. അപ്പോൾ ടൈം നോക്കിയിട്ടാണ് ഇറങ്ങാറ്. അപ്പോൾ ബസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാനും കുട്ടികളും കൂടെ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഒറ്റപ്പാലത്തോട്ടാട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലത്ത് റോയൽ വെഡ്ഡിങ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഡെയിലി വെയറിനുള്ള ഡ്രസ്സ് നോക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തരുന്നത് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഡെയിലി വെയറിന് രണ്ടാൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാൻ വെച്ചിട്ട് സെറ്റാട്ടോ നോക്കുന്നത്. കോഡ് സെറ്റാണ് നോക്കുന്നത്. അപ്പോൾ അതവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാൾക്കും ഒരേപോലത്തെ കളർ എടുക്കാമെന്ന് വെച്ചിട്ട് ഒരു സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലത് ഇതിലുണ്ടാകുന്നില്ല. അപ്പോൾ അവർ പുറത്ത് പോയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവർ ഗോഡൗണിൽ പോയിട്ട് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വെച്ച് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്കും ഒരേപോലത്തെ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാളുടെ അളവ് നോക്കിയിട്ടാട്ടോ എടുക്കുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ ഇവർക്ക് എടുത്തിട്ട് പോകുന്നത് വീട്ടിലെത്തുമ്പോൾ സൈസ് കറക്റ്റ് ആവില്ല. ഒന്നില്ലെങ്കിൽ ചെറുതാകും, അല്ലെങ്കിൽ ഭയങ്കര ലൂസാകും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം അവർ രണ്ടാളും കൂട്ടിയിട്ടാട്ടോ വന്നത്. അപ്പോൾ സ്കൂൾ കൂട്ടിട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിക്കായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും ഡെയിലി വെയറും അതുപോലെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള ടോപ്സാണ് ഇപ്പോൾ നോക്കുന്നത്. എനിക്ക് ഡെയിലി വെയറിന് പറ്റി 2 ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 2 ടോപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ബില്ല് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഒരു ബേക്കറി ഷോപ്പിലോട്ടാട്ടോ പോയത്. കുട്ടികൾക്ക് വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഷോപ്പിലോട്ട് പോയിട്ട് അവർക്ക് ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ നേരെ ചെരുപ്പ് എടുക്കാനാട്ടോ പോയത്. ചെരുപ്പ് കുറേ നോക്കി, എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഞാൻ കുട്ടികളെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ ഓട്ടോ വിളിച്ചിട്ടാട്ടോ പോയത്. പോയ പാടനെ കുട്ടികൾ ടോയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വേണം പറഞ്ഞിട്ട് കരഞ്ഞിട്ട് രണ്ടാൾക്കും അവനാൻ്റെ ടോയ്സൊക്കെ എടുത്തു കൊടുത്തിട്ട് പിന്നെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി. അപ്പോൾ ഞാൻ ഡ്രസ്സുകളൊക്കെ എടുത്തേക്കുന്നതിന് മുമ്പ് 2 പേർക്കൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സൈസ് കറക്റ്റാണെന്ന് കൂടി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ കറക്റ്റായിരുന്നു. എന്നിട്ടൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ. പിറ്റേ ദിവസം മോൻ്റെ സ്കൂളിലോട്ട് പോകുകയാണ്. മോൻ്റെ സ്കൂളിലല്ല, മോന് മൗണ്ടസോറിയിലാണ്. അപ്പോൾ മൗണ്ടസീനെ പബ്ലിക് സ്കൂളിൽ വെച്ചിട്ട് പ്രോഗ്രാം ഉള്ളത്. ഇവർ UKG അല്ലേ, അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ആയതിൻ്റെ ഗ്രാജുവേഷൻ സെറമണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ കുട്ടികളും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഓട്ടോ വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു. മിസ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇറങ്ങിയിട്ടില്ലേ ചോദിച്ചിട്ട്. കാരണം എല്ലാ പേരൻസും കുട്ടികളും കറക്റ്റ് 9 മണിയാകുമ്പോൾ എത്തണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നതാണ്. എന്തായാലും കറക്റ്റ് ടൈമിൽ എവിടെയും പ്രോഗ്രാം തുടങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. അവിടെ എത്തിയപ്പോൾ പ്രോഗ്രാമൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ എല്ലാ കുട്ടികളും പേരൻസും എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മിസ്സ് വിളിച്ചത്.
അപ്പോൾ അങ്ങനെ അവിടെ എത്തി മോനെ മിസ്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് ചെയറിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ തുടങ്ങി, വെൽക്കം ഡാൻസൊക്കെ കഴിഞ്ഞു. അതുപോലെ ചീഫ് ഗസ്റ്റും പ്രിൻസിപ്പളും ഒക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്ത ശേഷം കുട്ടികൾക്ക് ഓരോ ക്ലാസ്സായിട്ടാട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ ക്ലാസ്സായി കുട്ടികളുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വിടുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ മോൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികൾക്കാട്ടോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ മോനാട്ടോ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവനാണ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഇത് എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും ഇതൊക്കെ എല്ലാവരും ചെയ്യുമ്പോൾ അതുപോലെ അവരും പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മിസ്സുമാരൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അത് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ക്ലാസ്സിലത്തെ എല്ലാവർക്കും കൊടുത്ത ശേഷം പിന്നെ ഒരു ഗ്രൂപ്പായിട്ടൊരു ഫോട്ടോ എടുക്കുക കേട്ടോ. അങ്ങനെ അവൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ കഴിഞ്ഞു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ അവൻ്റെ അങ്ങനെ മോണ്ടിസോറിയിലുള്ള ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനി മൗണ്ടസിന പബ്ലിക് സ്കൂളിലോട്ടാണ്. മൗണ്ടസിന പബ്ലിക് സ്കൂൾ ഒരു ഭാഗത്ത്, മൗണ്ടസോറി വേറൊരു ഭാഗത്താണ്. അപ്പോൾ ഇനി മൗണ്ടസോറിയിലോട്ടില്ല, മൗണ്ടസിന പബ്ലിക് സ്കൂളിലോട്ടാണ്. അങ്ങനെ അവൻ്റെ മൗണ്ടസോറിയത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.